സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഇപ്പൊ ചില ആള് പറയില്ല ഒറിജിനൽ കേരള ആണോ, ഇത് ഒറിജിനൽ കേരള. റിയോ ഒന്നുമില്ല. പൊതുവെ ബെൻസിന് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ഒന്നും അധികം ഇല്ല. ഇത് പീരിയഡിക്കല് ബ്രേക്ക് പാഡ് ഗിയർ ഓയിൽ ഒരു 80 കിലോമീറ്റർ 80,000 ഓടിക്കഴിഞ്ഞാലാണ് ഏത് വണ്ടിക്കും ഗിയർ ഓയിൽ മാറ്റുണ്ട്. അതാണ് ഒന്ന് മേജർ. റോൾസ് റോയ്സ് ഉണ്ട് കയ്യിലുണ്ട്. വെൽഫെയർ 3 എണ്ണം പാർട്ടിന്റെ തന്നെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ALF കാസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അൽത്താഫ്ക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. അൽത്താഫ്ക്കും സ്വാഗതം. അൽത്താഫ്ക്കും അനിയനും കൂടിയിട്ടാണ് അല്ലേ? ഫഹദ് ഈ ഷോറൂം കൊണ്ടുപോകുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ ഒരു 4-5 വർഷം മുന്നേ ഹവാന മോട്ടോഴ്സ് നമ്മളെ മാങ്കാവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ തന്നെ. ഫസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് വരുന്നത് ജിതിന്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല വാല്യൂ കസ്റ്റമർ എനിക്ക് ജിതിന്റെ കെയർ ഓഫിൽ 100% കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അവരിപ്പോൾ എൻ്റെ ഷോറൂം കോഴിക്കോട് ഇല്ലാത്ത സമയത്തും അവരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ വന്നിട്ടുണ്ട്, ബോംബെയിൽ വന്നിട്ടൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. മുംബൈയിൽ ഓൾറെഡി പുള്ളിക്ക് എത്ര വർഷമായിട്ട് ഓഫീസ് ഉണ്ട്? 4-5 വർഷമായിട്ട്. 5 വർഷത്തിലധികം. മുംബൈയിൽ നിന്നാണ് കൂടുതൽ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാഹനങ്ങളുടെ ക്വാളിറ്റിയെ പറ്റിയാണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വണ്ടി ഏതൊരു വണ്ടി ആയാലും നമ്മൾ 3 തരം ഇൻസ്പെക്ട് ചെയ്യും. ഒന്ന് സർവീസ്, എവിടുന്നാണ് സർവീസ് ഹിസ്റ്ററി എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസ് ഹിസ്റ്ററി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലി ആയിട്ട് ഫിസിക്കൽ ചെക്ക് ഫുൾ ചെക്കപ്പ് ചെയ്യും. അതായത് ചിലപ്പോൾ കമ്പനിയിൽ കയറാതെ പുറത്ത് വർക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്താ പറയുക, നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറെ അവരെക്കാട്ടും അഡ്വാൻസ് ആയിരിക്കണം നമ്മൾ. എന്റെ കസ്റ്റമറിനെ ഞാൻ അതെ, പിന്നെ അവർക്ക് 100% വിശ്വസിക്കാം. ഇനി വിശ്വാസമില്ലാതെ 1-2 ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് വണ്ടി എടുത്തില്ല, അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് അവർക്ക് ചെക്ക് ചെയ്യാം. ആ ഉറപ്പ് 100%. ഇനി അവർക്ക് വേണമെങ്കിൽ 200 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുത്താലും മതി, യാതൊരു നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്നത് അത്രയും ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി എവിടെ ചെക്ക് ചെയ്യാം, ആ ഫെസിലിറ്റി എല്ലായിടത്തും ഒരുക്കി തരും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ലൊക്കേഷൻ വരുന്നത് മൂഴിക്കലാണ്, കോഴിക്കോട്. അതായത് മെയിൻ വയനാട് റൂട്ടിൽ മൂഴിക്കൽ 6-3, അതായത് CWRDM അടുത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിന്റെ അടുത്തുനിന്നും കോവൂരിന്നും എല്ലാ സൈഡും മലപ്പുറത്തുനിന്നും എല്ലാ സൈഡും ആക്സസ് ഉള്ള ഒരു ഏരിയ ആണിത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മള് ഈ ക്രഷറുകാർ കൂടുതലുള്ള സ്ഥലമാണ് മുക്കം. അപ്പോ പിന്നെ കൊടുവള്ളി അറിയാമല്ലോ, നിങ്ങള് പൈസക്കാരല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്റ്റോക്ക് നമുക്ക് കണ്ടു നോക്കാം. പ്രീമിയം വണ്ടികൾ തന്നെയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. പെരുന്നാളിന് ഒരു പ്രീമിയം കാർ നിങ്ങൾക്ക് സ്വന്തം. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. എല്ലാവർക്കും അഡ്വാൻസ്. താങ്ക് യു. ഈദ് മുബാറക്. ഇപ്പോൾ ഒരു ലക്ഷറി SUV ആദ്യം മനസ്സിൽ വരുന്ന ഡിഫൻഡർ ആണ് അല്ലേ? ഡിഫൻഡർ നമ്മളെടുത്തുണ്ടായിരുന്നു, ഇന്നലെ കൊടുത്ത റേഞ്ച് റോവറിന്റെ. അതെ, ഡിഫൻഡർ ഉണ്ട്, ഇന്നലെ നമ്മൾ കൊടുത്താണല്ലേ? ഓക്കെ, അപ്പോൾ ഡിഫൻഡറിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഐറ്റാണ് വെലാറാണ് അല്ലേ? റേഞ്ച് റോവർ വെലാർ. പ്ലാറ്റ്ഫോം ഡിഫറൻസ് ഉണ്ട്. സോറി, പ്ലാറ്റ്ഫോം മാറ്റമുണ്ട്. പിന്നെ റേഞ്ച് റോവറിന്റെ വണ്ടി അവരതെ. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 വണ്ടിയാണ്. 20 വെലാറ് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. 89 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണറാണ്. തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ്. TN രജിസ്ട്രേഷൻ ആയതുകൊണ്ട് പിന്നെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും ഉണ്ടാവും. അപ്പോൾ അവിടെ നേരെ നൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ, നിങ്ങൾ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഓടിക്കുകയും ചെയ്യാം. 100%. അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളുണ്ടാവും, മലയാളീസ് തന്നെ പല ഭാഗത്തായിട്ട്, കോയമ്പത്തൂരൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വണ്ടിയാണ്. 89,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല അല്ലേ? കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. വെലാറ് അന്ന് ഇറങ്ങുമ്പോൾ പെട്രോളിന് ഒരു 1 CR മേലില്ലേ? 1 CR മുകളിലുണ്ട് ഇല്ല, ഏകദേശം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ എത്ര ചോദ്യം? എത്ര ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 44 ലക്ഷം രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ. ഫൈനൽ ഫിക്സഡ് പ്രൈസ് ആണ്. 44 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഒരു ITR ഉള്ള കസ്റ്റമർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സിബിൽ സ്കോർ 750-ന്റെ മുകളിലുള്ള നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെന്റ് ലോൺ കൊടുക്കാം.
ഓക്കെ. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വെലാറ് 44 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. TN രജിസ്ട്രേഷനിലാണുള്ളത്. നിങ്ങൾക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ടെങ്കിൽ ഒരു 8 ലക്ഷം ഒക്കെ വേണ്ടി വരുമോ? 8 ലക്ഷം അത് ഡിപ്പെൻഡബിൾ ആണ്. ഏകദേശമാണ് പറയുന്നത്, അത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. RTO ചോദിച്ചാൽ അറിയാൻ പറ്റും. ഏകദേശം അത്ര വേണ്ടി വരും അല്ലേ? അടുത്തത് നമ്മൾ ബെൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് GLC 220D. എന്താ പറയുക, നിങ്ങൾക്കൊരു ഡെയിലി യൂസിന് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ? അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, 17-18 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് വൈസ് വലിയ കമ്പാരിറ്റീവ്ലി കുറവാണ്, അങ്ങനെ പണി വരാത്തൊരു സെഗ്മെന്റ്. പൊതുവെ ബെൻസിന് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ഒന്നും അധികം ഇല്ല. ഇത് പീരിയഡിക്കല് ബ്രേക്ക് പാഡ് ഗിയർ ഓയിൽ ഒരു 80 കിലോമീറ്റർ 80,000 ഓടിക്കഴിഞ്ഞാലാണ് ഏത് വണ്ടിക്കും ഗിയർ ഓയിൽ മാറ്റേണ്ടത്. അതാണ് ഒന്ന് മേജർ. കാരണം ഇഞ്ചൻ ഓയിലും ഗിയർ ഓയിലും വെച്ചിട്ട് ഗിയർ ഓയിലാണ് പ്രൈസ് കൂടുതൽ. ഒന്ന് അത്. പിന്നെ രണ്ടാമത് AC ഫിൽറ്റർ ഒക്കെ നോർമൽ. ഇതൊന്നും പീരിയോഡിക് സർവീസ് 15,000 കൂടുമ്പോഴേ നോർമലായിട്ട് ഈ എയർമാറ്റിക് അല്ലാത്ത വണ്ടിക്ക് മെയിൻറ്റെയിൻ കോസ്റ്റ് ബിലോ ആണ്, വളരെ കുറവാണ്. ധൈര്യത്തിനെടുക്കാം. അങ്ങനത്തെ വർക്ക്ഷോപ്പിൽ ആള് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ പാർട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ 100%. നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ വണ്ടി എടുത്താല് ആ വണ്ടി അവർക്ക് 100% വിശ്വസിക്കുന്നത്. പാർട്സും ആ വണ്ടിനെ നമ്മൾ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത് അതേപോലെ നമ്മൾ അവർക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമ്മളെ അവരെ ടൈപ്പിലുള്ളതാണ്. നമ്മളെ വണ്ടികളൊക്കെ അവർക്ക് കൊടുക്കുക, അവരങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, കമ്പനി കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ മോഡൽ? 2019 പ്രോഗ്രസീവ് ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടി. ക്യാമറ ആണ്. മോഡൽ രജിസ്ട്രേഷൻ ഒക്കെ 19 മോഡൽ 20 രജിസ്ട്രേഷൻ. കിലോമീറ്റർ 84,000. സിംഗിൾ ഓണർ. രജിസ്ട്രേഷൻ വന്നിട്ട് HP ആണ്. ഓക്കെ. ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. NOCയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. NOC എവിടെയെങ്കിലും എടുത്തോ? നിലവിൽ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ RTOയിൽ NOC കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? നമുക്ക് എത്രക്ക് കൊടുക്കാം ഈ വാഹനം? ഈ വാഹനത്തിന്റെ വില 36 ലക്ഷം രൂപയാണ്. 36 ലക്ഷം NOC പ്രൈസ് ആണ് അല്ലേ? NOC പ്രൈസ് ആണ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 6-7 ലക്ഷം ഒക്കെ ഏകദേശം കണ്ടു വരും. ഓക്കെ. അവിടെ തന്നെ ആർക്കെങ്കിലും നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? അവിടെ 30 ലക്ഷം രൂപ കിട്ടും. ലോണ് 30 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. പറയാനില്ലല്ലോ. ഓക്കെ. അല്ല, ഇങ്ങോട്ടേക്ക് ശരിക്കും മാറുമ്പോ എങ്ങനെയാ ലോൺ കിട്ടുന്നത് ശരിക്കും? ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ പുറത്തൊരു വണ്ടി, ഈ വണ്ടി എന്നല്ല, ഈ വണ്ടി തന്നെ പറയാം. ഈ വണ്ടി ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു കേരള കസ്റ്റമർ എടുത്ത് അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞാൽ അവരെ പേരിൽ ഫുള്ള് പേപ്പറും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിലാണ് നമ്മൾ NOC എടുക്കുന്നത് വിചാരിക്കുക. അപ്പം ബാങ്ക് ലോണ് പാസ്സാക്കി വെക്കും. അതിൻ്റെ 60% ഈ NOC എടുത്ത കസ്റ്റമറിന് ലോൺ പാസ്സാക്കും, കൊടുക്കും. ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ കേരള ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി പേയ്മെന്റ് കൊടുക്കും. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ആയതിനു ശേഷം ബാക്കി പേയ്മെന്റ് കിട്ടും. അങ്ങനെ ബാങ്ക് ഒരു 60% ഫണ്ട് കൊടുക്കും. ഓക്കെ. അങ്ങനെയാണ് ലോൺ കിട്ടുന്നത്. 36 ലക്ഷമാണ് ഇതിനിപ്പോൾ ചോദിക്കുന്നത്. താല്പര്യം വിളിച്ചോളൂ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടം എത്രയാണ്? ഓട്ടം 54,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയ ഒരു കോമ്പാക്ട് SUV അല്ലേ അടുത്ത വണ്ടി. ഇനി റെഡ് വേണ്ട, വേറെ കളർ വേണം. വൈറ്റും ഉണ്ട് ഇവിടെ. GLC 220D അല്ലേ? 2018 വൈറ്റ് ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരളയാണ്, പേടിക്കാൻ വേണ്ട അല്ലേ? സെക്കൻഡ് ഓണർ. ഇത് ഞാൻ തന്നെ ഒരു 3-4 വർഷം മുമ്പ് കൊടുത്ത വണ്ടിയാണ്. അന്ന് കൊടുത്ത വില 54 ലക്ഷം രൂപയാണ്. ഇന്ന് മാർക്കറ്റിൽ ചോദിക്കുന്ന വില 37 ലക്ഷം രൂപ. നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് 37 ലാക്ക് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. 37 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2018 മോഡൽ ഫുൾ ഓപ്ഷൻ തന്നെയാണ്. അന്നത്തെ സ്പോർട്ട് മോഡൽ സ്പോർട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ 37 ഒറിജിനൽ കേരള വണ്ടിയാണ് കിട്ടുന്നത്. ലോണിൻ്റെ കാര്യത്തിലൊന്നും കൺഫ്യൂഷൻ ഒന്നും വരില്ല. നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഓണർ. ഓട്ടം 58. നേരത്തെ ഏകദേശം സെയിം കിലോമീറ്റർ ആണ്, ഒറിജിനൽ കിലോമീറ്റർ. ഓക്കെ. 58 തന്നെ. എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലേ? ക്ലെയിം ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത്യാവശ്യം ഫാൻസി ആണ്, ചെറിയ ഫാൻസി നമ്പറാണ്. ഒരു 33 ലക്ഷം ഒക്കെ ലോൺ കിട്ടും. ITR കിട്ടൂലേ ഏകദേശം? ഓക്കെ. അടുത്തത് മെഴ്സിഡസ് ബെൻസിന്റെ കുറച്ചുകൂടി വലിയൊരു സെഗ്മെന്റ് SUV ആണ് അല്ലേ? GLE 250 ആണ്. അതായത് GLEയിൽ കുറച്ച് മെയിൻ്റനൻസ് കുറഞ്ഞ സെഗ്മെന്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ എയറോമാറ്റിക് സസ്പെൻഷൻ വരില്ല, അതിനാണ് ഏറ്റവും കൂടുതൽ പണി വരുന്നത് അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടിയാണ്. കേരളയാണോ? PY ആണ്.
പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. നമ്മുടെ മാഹിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. നെയിം ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോ എത്ര പോയത്? 1,28,000. പ്രോപ്പർ സർവീസ് ഉണ്ട്? കറക്റ്റ് സർവീസാണ്. ഓക്കെ. കമ്പനി സർവീസാണ് ഫുൾ അല്ലേ പുറത്തുനിന്ന്? അല്ല, അതെന്താ വെച്ചാൽ സർവീസ് വാറണ്ടിയിൽ കമ്പനിയിൽ നിന്നും ബാക്കി ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിൽ നിന്നും ചെയ്തതാണ്. അതിൻ്റെ എന്തൊക്കെ റെക്കോർഡൊക്കെ ഉണ്ടോ? അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിം പ്രസൻസിൽ ഒരു ക്ലെയിമും ഇല്ല. ഒക്കെ ഓക്കെയാണ്. വണ്ടി ഫുൾ ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ പുതിയ വണ്ടിക്ക് ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്ക് ഏകദേശം 1 കോടിയുടെ മുകളിലുണ്ട് അല്ലേ? 1,25,00,000 ഉണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഒരു 85 ലക്ഷം രൂപ. 85 ലക്ഷത്തിനടുത്ത് ഇതിലുണ്ട്. ഓക്കെ. എത്ര ചോദ്യം ഇപ്പോൾ ഇതിന്? ചോദ്യം 21 ലക്ഷം രൂപ ഫിക്സഡ് ആണ്. ഓക്കെ. 21 lakhs ഫൈനൽ റേറ്റ് ആണ്. നെയിം ട്രാൻസ്ഫർ അങ്ങനെ ചെയ്യാം. ലോണ് നമുക്ക് 80% വാങ്ങിച്ചു കൊടുക്കാം. ലോണും കിട്ടും. ഓക്കെ. 21 lakhsന് GLE 250. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ ബെൻസ് മാത്രം കണ്ടാൽ പോരാല്ലോ അല്ലേ? ഒരു BM കൂടെ കാണണ്ടേ? അതിൻ്റെ ആരാധകരുണ്ടാവും. X3 ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2016 X3 BMW 16 അല്ലേ? എം സ്പോർട്ട്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരളത്തിലേക്ക് ലൈഫ് ടാക്സ് അടിച്ചാണ്. എവിടെയാ മാറിയ നമ്പർ? KL 13 കണ്ണൂർ KL 13 രജിസ്ട്രേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. എം സ്പോർട്ട് BMW X3 ആണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര ഓട്ടം? ഇത് 92,000 കിലോമീറ്റർ ഓടിയുണ്ട്. 92,000 ഓടിയ X3. ഓക്കെ. X3ക്ക് പൊതുവെ എങ്ങനെ മൈലേജ് കൊണ്ടുനടക്കാൻ എങ്ങനെ ഈസി ആണോ? അതായത് നമ്മൾ ബിലോ RPM 2 പിടിക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു 18 ഒക്കെ കിട്ടും. അത് ശരി. നോർമലി 15 ഷുവറാണ്. പൊതുവെ BMW എന്ന് പറയുന്നത് ഒരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പൊ ചവിട്ടി എടുക്കും നമ്മള്. അതെ. അപ്പൊ മൈലേജ് പെട്ടെന്ന് വന്നിട്ട് പറയും വണ്ടിക്ക് മൈലേജ് ഇല്ല. ഓക്കെ. അതായത് നിങ്ങൾ സാധാരണ ഏത് വണ്ടി ഓടിക്കുമ്പോഴും ഒന്ന് നോക്കിയാൽ മതി. ഒരു 2000-ന്റെ ഉള്ളിൽ പിടിച്ചിട്ട് ഓടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 130, 150 സ്പീഡ് എത്തിക്കാൻ പറ്റും. 130, 140 വരെ ബിലോ RPM 2 പിടിക്കുകയാണെങ്കിൽ റോഡിലായിരുന്ന ഇതേ സ്പീഡ് പറയാണ് പിടിക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പോഴത്തെ സ്പീഡ് പോവാണെങ്കിൽ ഇനി ചിലപ്പോൾ 24 കിട്ടും. 80 അല്ല, എല്ലായിടത്തും ക്യാമറ അല്ല. ഓക്കെ. ഇവിടെ ഇപ്പോൾ 50, 80 അങ്ങനെയാ. വളവിലൊക്കെ 50, പിന്നെ 80, മാക്സിമം 100 അല്ലേ? നേരെ ഉള്ളിടത്താണ് 100. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്രയും മൈലേജ് കിട്ടും അപ്പോൾ തന്നെ. ഓക്കെ. ടയർ ഭാഗം അത്യാവശ്യം നല്ലതാണ് അല്ലേ? ടയർ ഭാഗം എല്ലാം മൊത്തത്തിൽ ഓക്കെയാണ്. എല്ലാ ഫംഗ്ഷൻ എല്ലാം വർക്കിംഗ് അല്ല? ഫുൾ ഓക്കെയാണ്. എത്ര ചോദ്യം? എത്ര ചോദ്യം? 21 ലക്ഷമല്ലേ ചോദിക്കുന്നുള്ളൂ. 21 lakhs BMW X3 2016 കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങളൊന്നും ചെയ്യാനില്ല. ലോൺ എത്ര കയറും? 80% കിട്ടും പക്ക. ഓക്കെ. ഇനി വരാൻ പോകുന്നത് ടൊയോട്ടയുടെ 3 അടിപൊളി ഐറ്റംസ് ആണ് അല്ലേ? അതിൽ തന്നെ ഈ ഷോറൂമിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ലാൻഡ് ക്രൂസർ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2018 ലാൻഡ് ക്രൂസർ സിംഗിൾ ഓണർ. 18 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഇപ്പൊ ചില ആള് പറയില്ല ഒറിജിനൽ കേരള ആണോ. ഇത് ഒറിജിനൽ കേരള, റിയോ ഒന്നുമല്ല. ഓക്കെ. ഒറിജിനൽ കേരളത്തിലെ ഒരു വാഹനം ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യങ്ങൾ. ടയർ പുതിയത് ഇട്ട് കൊടുക്കും. ബുക്ക് ചെയ്തിട്ടുണ്ട്. ടയറിന് പുതിയ ബുക്ക് ചെയ്താ പെട്ടെന്ന് പുതിയ ടയർസ് തന്നെ 4 നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം അല്ലേ? ഇത് പുതിയ വണ്ടിയുടെ വില ഇപ്പോ ഷേപ്പ് മാറി വന്നതിന് 2,60,00,000 മുകളിലുണ്ട്. അറിയാലോ. അന്ന് തന്നെ ഏകദേശം എത്ര ഉണ്ടോ ഇറങ്ങുമ്പോൾ? ഈ വണ്ടി 2 കോടി രൂപന്റെ അന്ന് തന്നെ വില ഉണ്ട്. 1,75, 1,80, 85 മാർക്കറ്റിൽ വണ്ടി ഉണ്ട് ആ നിർത്തുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് വില ചോദിക്കുന്നത് ഫിക്സഡ് റേറ്റ് ആണ്. 1,22,00,000 രൂപ. 1,22,000 2018 ഒറിജിനൽ കേരള ലാൻഡ് ക്രൂസർ നിങ്ങൾക്ക് കൊണ്ട് ലോണ് 1,35,00,000 രൂപ. ഫുൾ ലോൺ കിട്ടും. 1 കോടി ഫുള്ളല്ല, അതിന്റെ മേലെ കിട്ടും. ഓക്കെ. അപ്പൊ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം കൂടി പോന്നോളി. പെരുന്നാള് അടിച്ച് പൊളിച്ചോളി. കേരള വണ്ടി. കേരള വണ്ടി. അടുത്തതാ ടൊയോട്ട തന്നെ പ്രാഡോ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2010 പ്രാഡോ. അത് ഈ പറഞ്ഞ മാതിരി ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെ. ക്ലെയിം ഒന്നുമില്ലല്ലോ മേജർ? ഒറിജിനൽ കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസാ? എത്ര ഓട്ടം പോയത്? ഇത് 2010 ആണ്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,77. ലാസ്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ട് ഷോറൂമിൽ കൊണ്ടുപോയിച്ചാ. ഓക്കെ. ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ എന്താ? 5 കൊല്ലത്തേക്ക് റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. പുതിയ പേപ്പർ അല്ലേ? 25 എടുത്തായിരിക്കും 30 വരെ ഉണ്ടാവും അല്ലേ? എന്തായാലും ഓക്കെ. 30 വരെ ഫുൾ പേപ്പർ ഫിറ്റായ ഒരു പ്രാഡോ ആണ്.
കിലോമീറ്ററൊക്കെ പക്ക ഫുൾ സർവീസ് കമ്പനി പോയ വണ്ടി അല്ലേ? ഇതിലാകെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഇതിൽ കുറേ. അപ്പം എനിക്ക് അവരോടായിട്ടൊന്ന് പറയാണ്, ഈ വണ്ടിക്ക് ഇൻറ്റീരിയർ മാത്രം സീറ്റിന് കുറച്ച് പ്രശ്നമുള്ളൂ. പക്ഷെ അത് ഒറിജിനലാണ്. അത് കാരണം അത് അങ്ങനെ തന്നെ അവിടെ വെച്ചതാ. അതൊരു 40,000 രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റാക്കി മാറ്റാം പക്ക. ഓക്കെ അപ്പോൾ നമ്പർ എത്രയായിരിക്കും? എനിക്കറിയാം എത്രയാ അത്. 49. ഓക്കെ, 9999. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. എത്ര കൊടുക്കും? ഫൈനൽ പറഞ്ഞാൽ പോരാ? ഫൈനൽ പറഞ്ഞാൽ മതി. 26,50,000 രൂപക്ക്. 26.5 ലക്ഷത്തിന് പ്രാഡോ ഒറിജിനൽ. 1 രൂപ ഇല്ലെന്താവൂല, കുറയൂല. 2030 വരെ പേപ്പറുള്ള ഒറിജിനൽ. ആവശ്യമുള്ളവർ മാത്രം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുമ്പോൾ ഒന്ന് വിചാരിക്കരുത്, ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി, യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മുടെ ജനപ്രിയ വാഹനം ക്രിസ്റ്റ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഇത് അല്ലേ? എന്തെങ്കിലും ഡീറ്റെയിൽ ക്രിസ്റ്റ 2017 ഒറിജിനൽ കേരള അമാന ടൊയോട്ട ഡെലിവറി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, കിലോമീറ്റർ വന്നിട്ട് 1,03,000. 1.3. എത്ര ഓണർഷിപ്പായി? സിംഗിൾ ഓണർ. ബുക്കിംഗ് പാർട്ടിൻ്റെ പേരിൽ തന്നെയാണ് വണ്ടി. ഏതാ ഓപ്ഷൻ? ഏതാ? മാനുവൽ G4 മാനുവൽ. 2017 1.7 ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് പോയ ഒറിജിനൽ കേരള വൈൻ റെഡ് ക്രിസ്റ്റ. KL11 ഫാൻസി നമ്പർ. ഓക്കെ, KL11 ആണ് രജിസ്ട്രേഷൻ. എത്രയാ ചോദ്യം? ചോദ്യം ഒറ്റ വില ആണ്. 14,80,000 രൂപ കിട്ടിയാൽ കൊടുക്കൂ. 14,85 ഒറ്റ വില. ആക്സിഡന്റ് ഇല്ല, എക്സ്ട്രാ അലോയ് ഇട്ടിട്ടുണ്ട്, വീതി കൂടിയ ടയറുണ്ട്. വണ്ടി 100% എടുക്കാൻ വരുന്ന ആൾക്ക് വിശ്വസിച്ചെടുക്കാം. ഫൈനൽ റേറ്റ് ആണ് ഇത്. അപ്പോൾ മാനുവലാണ് 17 G4 മാനുവൽ. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ. തൽക്കാലം നമ്മൾ നിർത്താണ് അല്ലേ? ഇനിയും കുറേ വണ്ടികളുണ്ട് അല്ലേ, ഇനി കാണിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാം. C-Class ഉണ്ട്, ക്യാമറ ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, BM 5 സീരീസ് അല്ല 3 സീരീസോ? BMW GT 3 സീരീസ്. പിന്നെ എ ക്ലാസ് ഉണ്ട്, ക്യാമറ ഉണ്ട്, C-Class ഉണ്ട്, ML 250 അതുകൊണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്ത വണ്ടി ഇനി കസ്റ്റമറിന് പറയാണ്, ഏത് വണ്ടി വേണോ? റോൾസ് റോയ്സ് വരെ ഉണ്ട്. 2010 റോൾസ് റോയ്സ് ഉണ്ട് കയ്യിലുണ്ട്. ഓക്കെ, വെൽഫെയർ 3 എണ്ണം പാർട്ടിന്റെ തന്നെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ചില വണ്ടികൾക്ക് വില എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അല്ല, കൂടുതൽ വില ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും എന്താ അറിയാം, വില അറിയാലോ. നമ്മൾ എന്തെങ്കിലും ഒരു വില ചോദിച്ചിട്ട് കാര്യമില്ല. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. വീണ്ടും ബൈ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.